ഹായ് ഫ്രണ്ട്സ്, സെമിനാറാണ് LPPത്തെ ലാസ്റ്റല്ല 5th ചാപ്റ്റർ മെട്രിക്സ് ഗെയിംസ്. എനിക്കൊരു ചെറിയ പോർഷനേ ഉള്ളൂ. ഫസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അതിൻ്റെ പേര് 2% സീറോ സം മെട്രിക്സ് ഗെയിംസ്. എക്സാമ്പിൾ പറയുന്നത് 2 players say even player and an odd player each secretly think of an integer between 1 and 3 inclusive. Both players reveal their numbers simultaneously. If the sum of the number is even, the even player wins a number of dollars from the odd player equal to difference of the numbers provided that the numbers are distinct. If the numbers are the same, in which case the sum is also even, the even player wins a number of dollars from the odd player equal to the sum of the numbers. If the sum of the number is odd, the odd player wins $3 from the even player. ഇത് പറയുന്നത് രണ്ട് പ്ലേയേഴ്സ്, ഈവനും ഓഡ് പ്ലേയേഴ്സും രണ്ടുപേരും സീക്രറ്റ്ലി 1 to 3 ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ വിചാരിക്കും. അവരത് സൈമിൾട്ടേനിയസ് ആയിട്ട് റിവീൽ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ സമ്മ്, ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് ഒരു ഈവൻ നമ്പർ ആയാൽ ഈ ഈവൻ പ്ലെയറിന് ആ രണ്ട് നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് ഡോളറായിട്ട് കിട്ടും. ആൻഡ് ഇഫ് രണ്ടുപേരും സെയിം നമ്പറാണ് വിചാരിച്ചതെങ്കിൽ അവർക്ക് അതിൻ്റെ സമ്മാണ് കിട്ടുക. അവർക്കല്ല, ഈവൻ പ്ലെയറിന് അതിൻ്റെ സമ്മാണ് കിട്ടുക. കാരണം രണ്ടും സെയിം നമ്പേഴ്സ് ആയാൽ ഒബ്വിയസ്ലി അത് ഈവൻ നമ്പർ ആവും. അപ്പം അങ്ങനെ ഈവൻ പ്ലെയറിന് അതിൻ്റെ സമ്മാവും കിട്ടുക. ഇനി അഥവാ അത് സമ്മ് ചെയ്യുമ്പോൾ ഓഡ് നമ്പറാണ് കിട്ടണമെങ്കിൽ ഓഡ് പ്ലെയറിന് $3 കിട്ടും. ഈവൻ പ്ലെയറിൽ നിന്നുമാണ് $3 കിട്ടുക. നേരത്തെ ഈവൻ പ്ലെയറിന് ഓഡ് പ്ലെയറിൽ നിന്നും ഒരു കറക്റ്റ് എമൗണ്ട്, കറക്റ്റല്ല, അതിൻ്റെ നമ്പറിൻ്റെ ഡിഫറൻസ് ഉള്ള അത് ഡോളറായിട്ട് കിട്ടും. ഇതിന് ഇനി നമ്മളൊരു മെട്രിക്സ് ഫോമിലേക്ക് ആക്കിയ in any round of the game, each player has 3 choices, A1, A2 or A3. By using a matrix to tabulate all of the possible combinations of choices by the player as well as the payoffs associated with these choices, we can obtain a payoff matrix for the game. This payoff matrix in terms of winnings for the even player, that is negative entries in the matrix, are interpreted as losses for the even player, or equivalently winnings for the odd player is given by. ഇതിൽ ഈവൻ പ്ലെയേഴ്സ് 1 to 3 ഈവൻ പ്ലെയേഴ്സ് ചൂസ് ചെയ്യുന്ന നമ്പേഴ്സാണ് ഇങ്ങനെ റോ ആയിട്ട് കൊടുത്തിരിക്കണേ, 1 2 3 എന്ന് പറഞ്ഞ്. അങ്ങനെ അതേപോലെ ഓഡ് പ്ലെയേഴ്സിൻ്റെ 1 2 3 എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഈവൻ പ്ലെയർ ഫസ്റ്റത്തെ റോവും അതേ ടൈമിൽ ഓഡ് പ്ലെയർ ഫസ്റ്റത്തെ കോളവും ചൂസ് ചെയ്താൽ രണ്ടും സെയിം നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ സമ്മ കണക്ക് വെക്കുക. അപ്പോൾ 2 റെക്കോർഡ് ചെയ്യുക അവിടെ. ഇനി നെക്സ്റ്റ് ഈവൻ പ്ലെയർ വീണ്ടും ഫസ്റ്റ് റോവും ഓഡ് പ്ലെയർ സെക്കൻഡ് കോളവും ചൂസ് ചെയ്താൽ 1 + 2 3 കിട്ടണേ. ഓഡ് നമ്പർ ആയതുകൊണ്ട് -3 ആയിട്ട് റെക്കോർഡ് ചെയ്യാം. കാരണം ഓഡ് നമ്പർ എത്രയും കിട്ടിക്കോട്ടെ, സമ്മ് ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഡോളർ അതിനെ റെക്കോർഡ് ചെയ്യുക, -3 ആയിട്ട് റെക്കോർഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഈവൻ പ്ലെയർ വീണ്ടും ഫസ്റ്റ് റോ ചൂസ് ചെയ്യും. ഓഡ് പ്ലെയർ തേർഡ് കോളം ചൂസ് ചെയ്യുമ്പോൾ സമ്മ് 1 + 3 4 കിട്ടുക. അത് ഈവൻ നമ്പറാണ്, പക്ഷേ രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസാണ് കണക്കാക്കുക. അപ്പോൾ 3 - 1 2 ആണ് അവിടെ റെക്കോർഡ് ചെയ്തിരിക്കണേ. ഇനി അടുത്ത കേസ്, ഈവൻ പ്ലെയർ സെക്കൻഡ് റോ ചൂസ് ചെയ്താൽ ഓഡ് പ്ലെയർ ഫസ്റ്റ് കോളം ചൂസ് ചെയ്യും, ലൈക്ക് ദിസ്, ഇങ്ങനെ. അപ്പോൾ 2 + 1 3 ആണ്, ഓഡ് നമ്പറാണ്, അപ്പോൾ -3 ആയിട്ട് റെക്കോർഡ് ചെയ്യും. ഇനി ഈവൻ പ്ലെയർ വീണ്ടും സെക്കൻഡ് റോവും ഓഡ് പ്ലെയർ സെക്കൻഡ് കോളം ചൂസ് ചെയ്താൽ 2 + 2 4 കിട്ടുക. സെയിം നമ്പർ ആയതുകൊണ്ട് നമ്മളതിന് 4 കൊടുക്കും, സമ്മ് ചെയ്തിട്ട് സമ്മ് കൊടുക്കും. ഇനി അടുത്തത് ഈവൻ പ്ലെയർ വീണ്ടും സെക്കൻഡ് റോവും ഓഡ് പ്ലെയർ തേർഡ് കോളം ചൂസ് ചെയ്തു. അപ്പോൾ 2 + 3 5 ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ നേരത്തെ പറഞ്ഞു, ഓഡ് നമ്പർ വരുന്നതൊക്കെ -3 ആയിട്ട് റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ -3 എന്ന് കൊടുത്തു. ഇനി അടുത്തത് ഈവൻ പ്ലെയർ തേർഡ് റോ ചൂസ് ചെയ്യും. ആ ടൈമിൽ ഓഡ് പ്ലെയർ ഫസ്റ്റ് കോളം ചൂസ് ചെയ്താൽ 3 + 1
4 ഈവൻ നമ്പറാണ്. അപ്പോൾ അതിന് റെക്കോർഡ് ചെയ്യാൻ ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസാണ് കണക്കാക്കുക. 3 - 1 2 അത് കൊടുത്ത്. ഇനി അടുത്ത ഈവൻ പ്ലെയർ വീണ്ടും തേർഡ് റോവും ഓഡ് പ്ലെയർ സെക്കൻഡ് കോളം ചൂസ് ചെയ്ത് 3 + 2 5 ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് -3 എന്ന് റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത ഈവൻ പ്ലെയർ വീണ്ടും തേർഡ് റോവും ഓഡ് പ്ലെയർ തേർഡ് കോളം ചൂസ് ചെയ്തു. രണ്ടും സെയിം നമ്പേഴ്സാണ്, കൂട്ടി ഈവനായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ സമ്മായിട്ട് എഴുതി 6. സമ്മ് 6 സെയിം നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ സമ്മാണ് റെക്കോർഡ് ചെയ്യുക. 3 + 3 6 റെക്കോർഡ് ചെയ്തു ഇവിടെ. ഇനി the 3/3 payoff matrix above can be reduced somewhat. Notice that the even player should never choose 1 since he can always do as well or better by choosing 3, no matter what number the odd player chooses. In other words, the first row of the payoff matrix is term by term less than or equal to the third row of the payoff matrix. Hence, we delete the first row from the payoff matrix. ഇത് പറയുന്നത് 3/3 payoff matrixനെ നമുക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കളയാം. അതിന് ഈവൻ പ്ലെയർ ഷുഡ് നെവർ ചൂസ് 1 സിൻസ് ഹീ ക്യാൻ ഓൾവേസ് ഡു ആസ് വെൽ ഓർ ബെറ്റർ ബൈ ചൂസിങ് 3, നോ മാറ്റർ വാട്ട് നമ്പർ ദ ഓഡ് പ്ലെയർ ചൂസ്. എന്ന് വെച്ചാൽ ഈ ഈവൻ പ്ലെയർക്ക് ഫസ്റ്റ് റോ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാവും ഒന്നുകൂടെ സുഖം. മറ്റ് 2 നമ്പേഴ്സ് രണ്ട് റോവിനേക്കാളും ഫസ്റ്റ് റോ ആവും ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം അത് മറ്റ് 2 റോകളെക്കാളും ലെസ് ദാൻ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് റോ ക്യാൻസൽ ചെയ്യാം. നോ മാറ്റർ വാട്ട് ദ ഓഡ് പ്ലെയർ ചൂസസ്. ഓഡ് പ്ലെയർ ചൂസ് ചെയ്യുന്നതിൽ പ്രശ്നമല്ല, കാരണം ഏറ്റവും ലെസ്സായ റോ ആയതുകൊണ്ടാണ് കളയണേ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, ഒന്നുകൂടെ ക്ലിയറായി മനസ്സിലാക്കി തരാം. ഇനി അതേപോലെ കോളത്തിനെയും കളയണം. അതുകൊണ്ട് by applying similar reasoning to the reduced payoff matrix, the odd player should never choose 3 since he can always do as well or better by choosing 1, no matter what number the even player chooses. In other words, the third column of the reduced payoff matrix is term by term greater than or equal to the first column of the reduced payoff matrix. Hence, we delete the third column from the reduced payoff matrix. ഇതിൽ തേർഡ് കോളം ഗ്രേറ്റർ ദാൻ ഈ മെട്രിക്സിൽ ഏറ്റവും വലിയ കോളം എന്ന് പറയുന്നത് തേർഡ് കോളമാണ്. 2 - 3 6 മറ്റുള്ളവരെ അപേക്ഷിച്ച്. അപ്പോൾ ഇവിടെ താഴെ പറയുന്നത് കോളത്തിൻ്റെ കേസിൽ തേർഡ് കോളത്തിനെ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതും ഈ 2 ഒന്നുകൂടെ വിശദമായിട്ട് താഴെ വരുന്നുണ്ട്, അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. ഇനി ഇവിടെ ചെറുതായിട്ട് വായിച്ചു പോകാനുള്ളതേ ഉള്ളൂ. The game of example 1 above is a typical example of 2% zero-sum matrix game, hereafter referred to simply as a matrix game. The terminology is obvious except perhaps for zero-sum, which refers to fact that one player's lose is other player's gain. ഇവിടെ ഒരാളുടെ നഷ്ടം എന്ന് പറയുന്നത് മറ്റേ ആൾക്ക് ഗെയിൻ ആവുകയാണ്. In a matrix game, we have an m by n payoff matrix, a row player and a column player. In each round of the game, the row player chooses a row of the payoff matrix and the column player chooses a column of the payoff matrix. These choices are then cross-indexed to find the payoff to the round. In this book, the payoffs in the matrix are always listed as winning for the row player. Winning for the column player appears as negative entries in the payoff matrix. Hence, the row player wishes to maximize the payoff and the column player wishes to minimize the payoff. ഇവിടെ റോ പ്ലെയറിന് അയാളുടെ പേ ഓഫ് ഒക്കെ മാക്സിമൈസ് ചെയ്യാനും അതേസമയം കോളം പ്ലെയറിന് അയാളുടെ പേ ഓഫ് മിനിമൈസ് ചെയ്യുകയാണ് വേണ്ടത്. ബൈ an optimal strategy for a player of a matrix game, we mean a strategy whereby a player can maximize his winnings or minimize his losses, assuming that the other player will have perfect knowledge of the strategy and also play so as to maximize his winnings or minimize his losses subject to this strategy. In other words, an optimal strategy for a player of a matrix game assumes an
omniscient opponent. This is a crucial assumption and will be used repeatedly. The procedure used to simplify the matrix game of example 1 is called domination. ഡോമിനേഷൻ എന്താണെന്നാണ് പറയണേ. ആക്ച്വലി ഡോമിനേഷൻ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ചെയ്ത എക്സാമ്പിളില്ലേ, അതിൽ നമ്മൾ യൂസ് ചെയ്ത പ്രൊസീജിയറിനെയാണ് ഡോമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഡോമിനേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. Whenever one row of a pair of matrix is term by term less than or equal to another row, delete the smaller row from the game. Since the row player is trying to maximize the outcome, നേരത്തെ പറഞ്ഞില്ലേ റോയിൽ സ്മോളസ്റ്റ് റോനെ ഡിലീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അത് ഇതുകൊണ്ടാണ്. സ്മോളർ റോനെ ഡിലീറ്റ് ചെയ്യുന്നത് സിൻസ് ദ റോ പ്ലെയർ ഈസ് ട്രൈങ് ടു മാക്സിമൈസ് ദ ഔട്ട്കം. ഈ റോ പ്ലെയറിന് ഔട്ട്കമ്മിനെ മാക്സിമൈസാണ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് സ്മോളർ റോനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഇനി അതേപോലെ whenever one column of a pair of matrix is term by term greater than or equal to another column, delete the larger column from the game. Since the column player is trying to minimize the outcome, അതേപോലെ കോളം പ്ലെയർ ഗ്രേറ്റസ്റ്റ് കോളം ഉള്ളതിനെ എന്തിനാ ഡിലീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ കോളം പ്ലെയർ ഈസ് ട്രൈങ് ടു മിനിമൈസ് ദ ഔട്ട്കം. ഇയാൾക്ക് ഔട്ട്കം മിനിമൈസാണ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഗ്രേറ്റർ വാല്യൂ ഉള്ള കോളത്തിനെ ഡിലീറ്റ് ചെയ്ത് കളയണേ. കണ്ടിന്യൂ ഡിലീറ്റിംഗ് റോസ് ആൻഡ് columns until no row or column dominates another. Okay. Next topic linear programming formulation of matrix games. ഇതിലൊരു ഡെഫിനേഷനാണ് വരുന്നത്. ലെറ്റ് എ ഈക്വൽ ടു എ ഐ ജെ എം ബൈ എൻ ബി എൻ എം ബൈ എൻ matrix game. A mixed or probabilistic strategy for the row player is a column vector. P equal to P1, P2, etc. Pm such that Pi greater than or equal to 0 for all I and sigma equal to 1 to m Pi equal to 1. ഒരു മിക്സഡ് സ്ട്രാറ്റജി ഒരു റോ പ്ലെയറിൻ്റെ മിക്സഡ് സ്ട്രാറ്റജി ഈസ് എ കോളം വെക്ടറാണ്. അതിൽ പി ഐസും ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും ആൻഡ് സമ്മ് 1 ആവും. അതേപോലെ എ മിക്സഡ് സ്ട്രാറ്റജി ഫോർ ദ കോളം പ്ലെയർ ഈസ് എ റോ വെക്റ്റർ ക്യൂ ഈക്വൽ ടു Q1, Q2, എക്സെട്ര Qn സച്ച് ദാറ്റ് Qj ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ j. അതിൻ്റെ സമ്മ് സിഗ്മ j ഈക്വൽ ടു 1 to n Qj ഈക്വൽ ടു 1 ആവും. Any mixed strategy containing an entry of 1 when all of the other entries are necessarily 0 is said to be a pure strategy. ഇത് ഒരു മിക്സഡ് സ്ട്രാറ്റജിയിൽ ഒരു എലമെൻറ്റ് 1 ആണെങ്കിൽ എന്തായാലും ബാക്കിയുള്ള എലമെൻറ്റ്സൊക്കെ 0 ആയിട്ടേ വരൂ, കാരണം ഇതിൻ്റെ സമ്മ് ഈക്വൽ ടു 1 ആവണമല്ലോ. അപ്പോൾ 1 ഓൾറെഡി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആവും. അങ്ങനത്തെ ഒരു വെക്റ്റർ കോളം വെക്ടറോ അല്ലെങ്കിൽ റോ വെക്ടറെ പറയുന്ന പേരാണ് പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. The interpretation of the mixed strategy for the row player is that if the row player uses strategy P, he will choose row I of the matrix with probability Pi. Similarly, the interpretation of the mixed strategy for the column player is that if the column player uses strategy Q, he will choose column J of the matrix with probability Qj. If a player uses a pure strategy, he will constantly choose the same row or column, namely the row or column corresponding to the probability 1. ഇതിപ്പോൾ ഒരാൾ പ്ലെയർ പ്യുവർ സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒറ്റ എലിമെൻ്റ് അല്ലേ ഉണ്ടാവുകയില്ല 1 എന്ന് പറഞ്ഞാൽ അതേ കോളോ അല്ലെങ്കിൽ അതേ റോ കണ്ടിന്യൂസ് ആയി ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അയാൾക്ക് ആ ഒരൊറ്റ പ്രോബബിലിറ്റി ഉണ്ടാവും ആ ഒറ്റൊരു ഇത് ചൂസ് ചെയ്യാൻ. അതാണ് പ്യുവർ സ്ട്രാറ്റജീൻ്റെ ഒരു യൂസേജ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ 1 നെയ്തർ ഓഫ് ദ ഒപ്റ്റിമൽ സ്ട്രാറ്റജീസ് ഓഫ് ദ പ്ലേയേഴ്സ് ഇൻ ദ ഗെയിം ഓഫ് എക്സാമ്പിൾ 1 വിൽ ബി എ പ്യുവർ സ്ട്രാറ്റജി. നേരത്തെ നമ്മുടെ എക്സാമ്പിൾ റെഡ്യൂസ് ചെയ്ത ഫോമാണിത്. ഇതിൽ പ്യുവർ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ 1 എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റും ഇല്ല, മറ്റു എലമെൻറ്റ്സ് 0 അല്ലേനും.
അതുകൊണ്ട് ഇതിൽ പ്യുവർ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റില്ല. Now put yourself in the position of one of the players, say that even player. Would you ever play a pure strategy if you constantly choose the first row of the matrix? Remember that the odd player knows your strategy and you will lose $3 per round of the game. Likewise, if you constantly choose the second row of the matrix, the odd player is going to constantly choose the second column of the matrix and you will again lose $3 per round of the game. ഇപ്പോൾ നമ്മൾ ഈവൻ പ്ലെയറായിട്ട് കളിക്കുകയാണെങ്കിൽ ഓഡ് പ്ലെയർ എന്തായാലും പ്യുവർ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഓഡ് പ്ലെയർ എന്തായാലും നമ്മൾ പ്യുവർ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യാൻ പോകണമെങ്കിൽ ഓഡ് പ്ലെയറിന് എന്തായാലും നമ്മുടെ സ്ട്രാറ്റജി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ സെയിം കോളം എന്ന് വെച്ചാൽ റോ 1 എലമെൻറ്റുള്ള റോ എപ്പോഴും ചൂസ് ചെയ്യുകയാണെങ്കിൽ അയാളും അതന്നെ ചൂസ് ചെയ്യണം എന്നില്ല. കാരണം അയാൾക്ക് ഓഡ് നമ്പറാണ് കിട്ടണ്ടേ. അപ്പോൾ അയാൾക്ക് 0 ആവാൻ ചൂസ് ചെയ്യുക. അപ്പോൾ 1 + 0 അങ്ങനെ 0 ആവാം. അപ്പോൾ അതാണ് പറയണേ, നമ്മുടെ സ്ട്രാറ്റജി അയാൾക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഓരോ റൗണ്ടിലും $3 എന്ന് വെച്ച് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ലെറ്റ് A = Aij m/n be an m/n matrix game. Assume for the moment that the column player always chooses column J of the matrix, that is the column player is using the pure strategy. ഇനി കോളം പ്ലെയർ പ്യുവർ സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണ്. അതേ ടൈമിൽ ഇഫ് ദ റോ പ്ലെയർ യൂസസ് ദ മിക്സഡ് സ്ട്രാറ്റജി P = P1 P2 etc. Pm, റോ പ്ലെയർ മിക്സഡ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ദെൻ ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഹിസ് വിന്നിങ്സ് ഡിനോട്ടഡ് EJ of P ഈസ്, ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് വിന്നിങ്സ് വരിക P1 A1J + P2 A2J + etc. PM AMJ എന്നാണ് വരിക. ബൈ എലമെൻ്ററി probability theory, now the raw player's optimal strategy would assure that the expected value of his winnings is maximal no matter what column the column player chooses. Stated a bit differently, the raw player's optimal strategy would assure that his minimum expected winnings are as large as possible. Hence, the optimal strategy for the raw player is to choose strategy P such that minimum of 1 less than or equal to J less than or equal to EJ of P is maximal. ഇതിൽ റോ പ്ലെയറിൻ്റെ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ആൾ P എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മിനിമം വരുന്നത്, മാക്സിമൽ ആവുന്നത് മിനിമം ഓഫ് EJ of P ആയിട്ടാണ് വരിക. Similarly, assure for the moment that the row player always chooses row I of the matrix, that is, row player is using pure strategy if the column player uses mixed strategy. എന്ന് വെച്ചാൽ നേരത്തത്തിൽ കോളം പ്ലെയർ ആണല്ലോ പ്യുവർ സ്ട്രാറ്റജി യൂസ് ചെയ്തത്. ഇതിൽ റോ പ്ലെയർ പ്യുവർ സ്ട്രാറ്റജിയും കോളം പ്ലെയർ മിക്സഡ് സ്ട്രാറ്റജിയും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരിക P = കാണിച്ച പോലെ ലൈക്ക് 0 എക്സെട്ര ഒറ്റൊരു എലമെൻറ്റ് 1 ആയിട്ട് ബാക്കിയൊക്കെ 0 ആവും. ആ 0 വരുന്ന റോനെ ith റോ ആയിട്ടും കണക്കാക്കാം. അതേപോലെ മിക്സഡ് സ്ട്രാറ്റജിയിൽ വരുന്ന കോളം പ്ലെയർ Q = Q1 Q2 എക്സെട്ര Qn ആയിട്ടാണ് വരിക. അങ്ങനെയാണെങ്കിൽ ദെൻ ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഹിസ് ലോസസ്, റിമെമ്പർ that matrix game entries are in terms of winning for the raw player. നമ്മളിവിടെ ചെയ്യുന്നത് റോ പ്ലെയറിൻ്റെ വിന്നിങ്സിൻ്റെ ഇതിലാണ് എഴുതുക. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുക FI of Q എന്നാണ്. FI of Qൻ്റെ വാല്യൂ അല്ല അത് കിട്ടുക. FI of Q = Q1 AI1 + Q2 AI2 + etc. Qn AIN ആയിട്ടാണ് വരിക. By elementary probability theory, now the column player's optimal strategy would assure that the expected value of his losses is minimal no matter what row the row player chooses. Stated a bit differently, the column player's optimal strategy would assure that his maximum expected losses are
as small as possible. Hence, the optimal strategy for the column player is to choose strategy Q such that maximum of 1 less than or equal to I less than or equal to m of f of I of Q is minimal. കോളം പ്ലെയറിൻ്റെ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ക്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ കോളം പ്ലെയറിനെ നമുക്ക് മിനിമലാണല്ലോ ആക്കേണ്ടത്. അപ്പോൾ മിനിമൽ എന്ന് വെച്ചാൽ മാക്സിമം ഓഫ് എഫ് ഓഫ് ക്യൂ ആയിട്ടാണ് കിട്ടുക. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ദ എക്സ്പെക്റ്റഡ് വിന്നിങ്സ് ഓഫ് ദ റോ പ്ലെയർ പെർ റൗണ്ട് ഓഫ് ദ ഗെയിം പ്രൊവൈഡഡ് ദാറ്റ് ബോത്ത് പ്ലെയേഴ്സ് പ്ലേ ദയർ ഒപ്റ്റിമൽ സ്ട്രാറ്റജീസ് ഈസ് യു ആയിട്ട് അതിൻ്റെ എക്സ്പെക്റ്റഡ് വിന്നിങ്സ് റോ പ്ലെയറിൻ്റെ എക്സ്പെക്റ്റഡ് വിന്നിങ്സിന് യു ആയിട്ട് കൊടുത്താൽ യു ഈക്വൽ ടു maximum p of minimum 1 less than or equal to j less than or equal to n ej of p, the expected losses of the column player per round of the game provided that both players play their optimal strategy is column പ്ലെയറിൻ്റെ ഒപ്റ്റിമൽ സ്ട്രാറ്റജീനെ വി ആയിട്ട് കൊടുത്ത എക്സ്പെക്റ്റഡ് ലോസസ് ഓഫ് കോളം പ്ലെയർ. ഇവിടെ നമ്മൾ റോ പ്ലെയറിൻ്റെ ഇതിലാണല്ലോ കൊടുത്തത്. അപ്പോൾ റോ പ്ലെയറിന് വിന്നിങ്സ് ആയിട്ടാണ് കൊടുക്കണേ. അപ്പോൾ നമുക്ക് പറയേണ്ടി വരും കോളം വെക്റ്ററിൻ്റെ ലോസസ് ആയിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ ലോസസിനെ എക്സ്പെക്റ്റഡ് ലോസസിനെ വി ആയിട്ടും കൊടുക്കും. അപ്പോൾ അത് വരിക മിനിമം ഓഫ് ക്യൂ ഓഫ് മാക്സിമം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഓഫ് എഫ് ഓഫ് ഐ ഓഫ് ക്യൂ ആയിട്ടാണ് വരിക. Notice the duality present in the optimal strategies above. It is perhaps not surprising then that these strategies are obtained for a given matrix game by solving dual linear programming problems. Since the optimal strategy for the row player is essentially a maximization problem and the optimal strategy for the column player is essentially a minimization problem, one might expect that the row player's optimal strategy appears as the maximization problem of the table and that the column player's optimal strategy appears as the dual minimization problem. In fact, exactly the opposite is true as we see now. ഇത് ഒരു ഡ്യുവാലിറ്റി തിയറി ഉണ്ടായിരുന്നല്ലോ, നമ്മൾ മുമ്പ് പഠിച്ച ഏകദേശം അതേപോലെ പറയണേ. ഒരു റോ പ്ലെയറിൻ്റെ എസെൻഷ്യലി മാക്സിമൈസേഷൻ പ്രോബ്ലം ആൻഡ് ഒപ്റ്റിമൽ കോളത്തിൻ്റെയും എസെൻഷ്യലി മിനിമൈസേഷൻ പ്രോബ്ലം ഇവിടെ പറയുന്നത് റോ പ്ലെയറിൻ്റെ അപ്പിയേഴ്സ് ആസ് ദ മാക്സിമൈസേഷൻ പ്രോബ്ലം ഓഫ് ദ ടേബിൾ. നമ്മൾ സിംപ്ലക്സ് അൽഗോരിതം ഒക്കെ പഠിച്ച് അവിടെ അതിൻ്റെ റോൻ്റെ ഒപ്റ്റിമൽ സ്ട്രാറ്റജി മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ടേബിളിൻ്റെ ഇതിലാണ് വരുന്നത്. അതേപോലെ കോളം പ്ലെയറിൻ്റെ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ഡ്യുവൽ മിനിമൈസേഷൻ തിയറത്തിൻ്റെ പോലെ വരുന്നത്. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ ഓഫ് മെട്രിക്സ് ഗെയിംസിൽ ഒന്നുകൂടെ ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു തിയറം 3 പറയുന്നുണ്ട്. അത് എൻ്റെ ടോപ്പിക്കിൽ അത് പെടുന്നില്ല. അത് തിയറം 3 വരുമ്പോൾ അതൊന്നുകൂടെ നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.